ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, നിങ്ങളടുത്ത് സെയിലിനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ്. പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് പെട്രിയ പ്ലാന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കളേഴ്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്രിയ എന്ന ഈ ഒരു പ്ലാന്റിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെട്രിയയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിങ്ക്, വൈറ്റ്, അതുപോലെ വയലറ്റ്. ഈ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3ഉം കൂടി നമ്മൾ കോംബോ ഓഫറിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഇപ്പം സെയിൽ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസും പ്ലാന്റിൻ്റെ സൈസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏത് പ്ലാൻസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പെട്രിയ പ്ലാന്റ് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഈ ഒരു വള്ളി പടർത്തി വിട്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പിൾ കളറാണ് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പൂക്കൾ ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നല്ല കെയറിങ് ഈ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് നമ്മുടെ പെട്രിയ പ്ലാന്റ് കേട്ടോ. ആകെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇതുപോലെ കുലകുലയായിട്ട് നല്ല ഭംഗിയിലുള്ള പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് കളറും നമ്മുടെ വീട്ടിൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഈ കൊഴിയാറായ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. വൈറ്റും ഇതുപോലെ തന്നെ നിറച്ചും ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു കളറ് നമ്മുടെ പിങ്ക് കളറാണ്. പിങ്ക് കളറ് ഈ ഒരു പ്ലാന്റാണ് നമുക്കുള്ളത്. അപ്പം ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മൾ സെയിലിനിപ്പോൾ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ ശ്രദ്ധിക്കാൻ ഒരുപാട് സമയം കിട്ടാത്തവർക്കൊക്കെ പറ്റിയൊരു പ്ലാന്റ് കൂടെയാണ് നമ്മുടെ പെട്രിയ. കാരണം ഒത്തിരി ഓവറായിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പൂക്കൾ ഉണ്ടായിക്കോളും. അതുപോലെ നമ്മുടെ ഈ ഒരു പൂവിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഉള്ളിലൊരു ചെറിയൊരു പൂവും കൂടെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരു നല്ല വയലറ്റ് കളറിൽ ചെറുതായിട്ടൊരു പൂ ഉള്ളിൽ വരുന്നുണ്ട്. അതിന് പുറമേ മറ്റൊരു ഫ്ലവർ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പം ഇങ്ങനെ 2 ടൈപ്പായിട്ടുള്ള ഫ്ലവേഴ്സ് ഒരു കുലയിൽ തന്നെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഈ ഉള്ളിലുള്ള പൂക്കൾ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പൂവ് പച്ച കളർ നമ്മുടെ ലീഫിൻ്റെ അതേ കളറായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു പൂക്കളുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ പച്ച കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലീഫ് പോലെ തന്നെ ഫ്ലവേഴ്സും മാറും, ആ ഒരു കളറിലേക്ക് തന്നെ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള, എല്ലാവരും വരുമ്പോൾ നമുക്ക് ചോദിക്കാറുണ്ട് അതെന്ത് പ്ലാന്റാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ സൈസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരിക കേട്ടോ. ഇത് നമ്മുടെ വയലറ്റ് കളറ് പെട്രിയ പ്ലാന്റിൻ്റെ സൈസാണ്. അതുപോലെ ഇത് വൈറ്റ് കളറാണ്. വൈറ്റ് കളറിൽ വരുന്ന പെട്രിയാണ്. ഓരോന്നിൻ്റെയും ലീഫ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ പിങ്ക് കളർ പെട്രിയയുടെ തൈയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള 3 നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വേരൊക്കെ പിടിച്ച നല്ല തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. 3 പ്ലാന്റിനും കൂടിയുള്ള പ്രൈസാണ് പറഞ്ഞത്. 400 രൂപയ്ക്ക് ഈ 3 കളേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. നമുക്ക് നഴ്സറിയിലൊക്കെ പോയി അന്വേഷിച്ചാലും ചിലപ്പം 3 കളേഴ്സൊക്കെ ഒന്നിച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് വളരെ വില കുറവിലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സൊക്കെ വാങ്ങിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.